നമസ്കാരം എല്ലാവർക്കും. ഞാൻ ഷെഫ് ഷിഹാബുദ്ദീൻ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ബ്രെഡ് കാരാമൽ പുഡിംഗ് ആണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ പാല് വേണം. അത് ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 1 ലിറ്റർ പാലാണ്. അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഏകദേശം തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 സ്ലൈസ് ബ്രെഡ് അത് ഇട്ടതിന് ശേഷം ഒരു ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു 15-20 മിനിറ്റ് നമ്മളത് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ ഗ്ലാസ്സിനകത്താണ് സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യമായ ഷുഗർ കാരമലൈസ് ചെയ്യണം. ഷുഗർ കാരമലൈസ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഗ്യാസ് കത്തിച്ച് ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗർ, 5 ടേബിൾ സ്പൂൺ ഷുഗർ. കാരമലൈസ് ചെയ്യാൻ പഞ്ചസാര വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇളക്കാൻ പാടില്ല. ഒരു മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് വേണം അതിനെ കാരമലൈസ് ചെയ്തെടുക്കാൻ. തീരെ സ്ലോ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ പഞ്ചസാര പതയും. കൂടുതലാണെങ്കിൽ ഓവർ ഹീറ്റ് ആയി പോയി കഴിഞ്ഞാൽ പഞ്ചസാര കരിഞ്ഞു പോകും. അതുകൊണ്ട് എപ്പോഴും ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഏകദേശം കാരമലൈസ് ആയി വരുന്നുണ്ട്. ഇനിയും നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അത് മിക്സ് ആകാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാര കാരമലൈസ് ആയിട്ടുണ്ട്. ഇനി അത് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ട, പഞ്ചസാര, വാനില എസൻസ് മിക്സ് ചെയ്യണം. ഞാൻ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലിന് ഞാൻ 6 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആറ് കോഴിമുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 6-7 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഞാൻ 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഇത് പയ്യെ മിക്സ് ചെയ്യുക. പഞ്ചസാര മെൽറ്റ് ആകുന്നത് വരെ മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച പാലും ബ്രെഡും ഏകദേശം തണുത്തിട്ടുണ്ട്. അത് ഇനി ഒന്ന് മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് ആ ബ്രെഡ് നല്ലപോലെ ഒന്ന് മാഷ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കുക. നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ അടിക്കുമ്പോഴത്തേക്ക് നല്ലപോലെ ഈ ബ്രെഡെല്ലാം നല്ലപോലെ അതിനകത്ത് അലിഞ്ഞു ചേരും. അപ്പോൾ നമ്മൾ ആ പാലും ബ്രെഡും നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ മുട്ട മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഇനി നമ്മൾ മുട്ട കുറേശ്ശെ മിക്സ് ചെയ്യണം. ഇനി ഇതൊന്നുകൂടെ അരിച്ചതിന് ശേഷമാണ് നമ്മളത് ഗ്ലാസ്സിലേക്ക് മാറ്റി ആവി കയറ്റുന്നത്. അപ്പോൾ നമ്മളത് അരിച്ചെടുക്കുകയാണ്. നമ്മൾ അരിച്ചെടുക്കുമ്പോഴത്തേക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒട്ടും കട്ട ഉണ്ടാകത്തില്ല. നമ്മുടെ പുഡിങ് വളരെ സ്മൂത്തായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഏകദേശം ഒരേ അളവിൽ മാറ്റുകയാണ് ചെയ്യുന്നത്.
ബാക്കിയുള്ളത് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിനകത്ത് ഞാൻ പഞ്ചസാര കാരാമലൈസ് ചെയ്ത് ചേർത്തിട്ടില്ല. അതിന് പകരം ഇത് കമത്തി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കാരാമലൈസ് ചെയ്ത പഞ്ചസാര അതിൻ്റെ മുകളിൽ ഒഴിച്ച് സെർവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച പുഡിങ് നമ്മളിനി അലൂമിനിയം ഫോയിൽ കൊണ്ടോ അല്ലെങ്കിൽ ക്ലിങ് ഫിലിം കൊണ്ടോ റാപ്പ് ചെയ്തതിന് ശേഷം വെള്ളം കയറാത്ത രീതിയിൽ കവർ ചെയ്ത് ആവി കയറ്റണം. ഇപ്പം എല്ലാം നമ്മൾ ആവി ഒട്ടും ഇതിലേക്ക് വരാത്ത രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാ പുഡിങ്ങും സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ഫുൾ തീയിൽ സ്റ്റീം ചെയ്യണം. അതിനുശേഷം തീ കുറച്ചിട്ടൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ്, അതിപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് സെറ്റായോ എന്ന് നോക്കണം. അപ്പം ഞാനിത് അടച്ചു വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുഡിങ് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 35 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം അത് വെന്തോ എന്നറിയാനായിട്ട് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ മാർഗം, ഒരു വീട്ടിലൊക്കെ ആകുമ്പോൾ ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എടുത്തിട്ട് നടുക്ക് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം നല്ല ക്ലിയർ ആയിരിക്കും. അതിലൊട്ടും ഉണ്ടാകത്തില്ല, പിടിച്ചിട്ടുണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ പുഡിങ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഡീമോൾഡ് ചെയ്ത് സെർവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച കരാമൽ ബ്രെഡ് പുഡിങ് ഏകദേശം ഒരു 3 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലൊരു 3 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഡീമോൾഡ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് എടുത്തിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് ചുറ്റിനും ഒരു ചെറിയ ഇതുണ്ടാക്കി കൊടുക്കുക. ഇനി നമ്മളത് കമത്താൻ പോവാണ്. സ്ലോലി. അപ്പോൾ നമ്മുടെ ബ്രെഡ് കരാമൽ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ പുഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും നമ്മുടെ ഷെഫ് ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.